ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി നമുക്ക് ഹൈവേയിൽ നിന്നും ഒരു 10-250 മീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അതേമാതിരി പെട്രോൾ ബങ്ക്, പിന്നെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. ടാർ ഫ്രണ്ടേജ് തന്നെയാണ് വരുന്നത്. സെക്കൻഡ് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK വീടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഡോറുണ്ട്, ചെറിയൊരു ഡോറുണ്ട്. നമുക്ക് കാർ പോർച്ച് സെപ്പറേറ്റ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. 2000 കൂടാതെ നമുക്ക് സെപ്പറേറ്റ് ഒരു കാർ പോർച്ചും കൂടി ഇവിടെ ഇതിലുണ്ട്. പിന്നെ അതുകൂടാതെ പറ്റാത്തൊരു കിണറുണ്ട്, പൈപ്പ് ലൈന് കാര്യങ്ങളെല്ലാം ഉണ്ട്. വെള്ളത്തിനൊക്കെ യഥേഷ്ടം ഉള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. പല രീതിയിൽ ഡിസൈൻ ചെയ്ത് കിണറാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. നമുക്ക് സൈഡ് വ്യൂ ആണ്. നമുക്ക് വർക്ക് ഏരിയയുടെ ഒരു പോർഷനിൽ നിന്ന് നമുക്കിങ്ങനെ വന്നിട്ട് തുണി തിരുമാനുള്ള കല്ലുകൾ, അതായത് ബാക്ക് സൈഡാണ്. ഫുൾ കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ച് എല്ലാ വർക്കുകളും കഴിഞ്ഞ്, എല്ലാ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള വർക്ക് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചാവി കൊടുക്കാം. ആ രീതിയിലായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ആർക്കിടെക്ട് വർക്കുകളോടുകൂടിയ വീടാണത്. ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാർ പോർച്ച് വരുന്നത്. സൈഡ് വ്യൂ ആണ് നമ്മൾ ബാക്ക് സൈഡിലത്തെയും മറ്റേ സൈഡിലത്തെയും വ്യൂ കണ്ടു കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇത് ഫ്രണ്ട് ഡോറാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോർഷനാണ് നമ്മൾ കാണുന്നത്. 2 തൂണുകളുണ്ട്. നല്ല അതിമനോഹരമായിട്ട് 2 തൂണുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് മറ്റേ ഉള്ളിൽ നിന്ന് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ സെൻറ്ററിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്നവരെ കാണാൻ പറ്റുന്ന രീതിയിൽ. നമുക്കിതിൽ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ കണക്ഷനൊക്കെ ഇതിപ്പോൾ ലൈറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അതേമാതിരി ഇത് നമുക്ക് ടി വി യൂണിറ്റിൻ്റെ ഒരു പോർഷനാണ്. നമുക്ക് കോണിപ്പടി കാണാം. അതേമാതിരി ഇതിലൊക്കെ ലൈറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ലൈറ്റ് ഒന്ന് ഇടാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്നത് പല രീതിയിലുള്ള ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള വർണ്ണം, നല്ല ഭംഗിയുള്ള കളറുകളാണ് അവർ കൊടുത്തേക്കുന്നത്. പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കിച്ചണിൻ്റെ ഒരു വ്യൂ ആണ്. കിച്ചണിൽ നിന്ന് നമുക്ക് വരാൻ പറ്റുന്നത്. അതേമാതിരി വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അതിൻ്റെ 2 സൈഡിലായിട്ട് ഇത് ഗ്രാനൈറ്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണശില ഗ്രാനൈറ്റ് ഹാൻഡിലിനോട് ചേർന്നിട്ട് നല്ലൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്സിൽ ഇതിപ്പോൾ നമുക്കൊരു ഡൈനിങ് ഹാളാണ് വരുന്നത്. ഡൈനിങ് ഹാള് ഇപ്പോൾ ലൈറ്റ് ഇപ്പോൾ ഇടാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഇതൊന്നും ഇതിൻ്റെ വ്യൂ, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും വരുമ്പോഴാണ് ഒന്നും കൂടി ഒരു ചന്തമായിട്ട് കാണാൻ പറ്റുക. ഇത് നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിൾ മാതിരി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാബ്രിക്കേഷൻ ചെയ്ത നല്ലൊരു കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അലമാരകൾ. സിങ്കിൻ്റെ പോർഷനാണ് നമ്മൾ കാണുക. പിന്നെ ഇവിടെ വർക്ക് ഏരിയ മറ്റേ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് യൂസ് ചെയ്യാം. അതാണ് ഒരു സസ്പെൻസ്. നമുക്കിപ്പോൾ ഉള്ളിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതിലൊരു ഇതും കൂടെ ഉണ്ട്, നമുക്ക് കാണിച്ചിട്ട് നമുക്ക് അതിലേ വന്നിട്ട് ഇത് കാണാം. നല്ല രീതിയിൽ നല്ല ടൈൽസ് എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസ് തന്നെ ഫിറ്റ് ചെയ്തേക്കുന്നത്. മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതേമാതിരി ഇതിലൊരു ഫാൻസി ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. നമുക്ക് റൂമിലത്തെ ഓരോ പോർഷനുകൾ നമ്മൾ എടുത്തുനിന്ന് കാണിക്കുന്നു മാത്രം. ഇതിൽ നമുക്ക് ഉള്ളിലത്തെ ഓരോ പോർഷനാണ് നമ്മൾ എടുത്തെടുത്ത് കാണുന്നത്. നമുക്ക് ഈ ലൈറ്റൊക്കെ ഒരു സസ്പെൻസ് ഉള്ള ഒരു സംഭവമാണ്. ഒരു ടച്ചിങ് ലൈറ്റ്, ഒരു സെൻസേഷൻ്റെ ഒരു ലൈറ്റ്, കത്തുന്ന ലൈറ്റൊക്കെ ഉള്ളതാണ്. വാഷ് ബേസിൻ്റെ ലൈറ്റ് മിററിൽ തന്നെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം.
ഓൾമോസ്റ്റ് കുറേ ലൈറ്റുകളൊക്കെ ഇപ്പോൾ നമ്മൾ കത്തിച്ച് ഉണ്ട്. ഇനി കുറച്ച് ലൈറ്റ് കൂടെ കത്താണ്ട് ഈ ഹാളിലത്തെ. അതിൻ്റെ ഒരു സ്വിച്ചസ് കാണാനില്ലാത്തതുകൊണ്ടാണ്. ഒന്നുകൂടി നമുക്കൊരു ആ ഒരു ലൈറ്റ് വന്നപ്പോൾ ഒന്നുകൂടി ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞൊരു ടേബിൾ സെറ്റിങ്. നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ടേബിളാണ്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലേക്കുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു പോർഷൻ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ലൈറ്റൊക്കെ നമുക്ക് കിച്ചണിൽ വരുന്ന ലൈറ്റാണ്. ഓപ്പൺ കിച്ചണായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരിക്കൽ കൂടി നമ്മളിപ്പോൾ ഇതൊന്നും കൂടെ ഈ പോർഷൻ കാണിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് റൂംസ് കാര്യങ്ങൾ കാണാം. 2 റൂമാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 BHK റൂമുകളാണ് കാണുന്നത്. ഇനി അപ്സ്റ്റെയറിൽ നമുക്ക് 2 റൂമുകളുണ്ട്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പോർഷൻ, പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഡിസൈനിങ്ങിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടൈൽസ് ഒക്കെ നല്ല വലുപ്പമുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഹാള് നല്ലൊരു വലുപ്പമുള്ളൊരു ഹാളാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ 2 സൈഡിലായിട്ടാണ് ഈ വാഷ് ബേസിന്റെ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ ലൈറ്റിന്റെ കൂടെ ഒന്ന് കാണാം. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് ലൈറ്റെല്ലാം കത്തും. അതൊക്കെ നമുക്കൊരു ഒരുപാട് ആർക്കിടെക്ട് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ. നമുക്കിവിടെ സെൻട്രലിലൊരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് 2-3 കളർ വരും. പിന്നെ സ്വിച്ച് ഓഫ് ഒക്കെ അതിൽ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് റൂമിലേക്ക് പോകാം. നല്ലൊരു ഹ്യൂജ് റൂമാണ്. നല്ല വലുപ്പത്തിലുള്ളൊരു റൂം തന്നെയാണ്. ഇതിൽ നമുക്ക് അലമാരയുണ്ട്. ഇതിനോട് ചേർന്നിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്നും എൻട്രി ഉണ്ട്, നമുക്ക് ബെഡ്റൂമിൽ നിന്നും എൻട്രി ഉണ്ട്. 1 സെറ്റ് ക്ലോസറ്റാണ് കൊടുത്തേക്കുന്നത്. അതേമാതിരി ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു വാഷ് ബേസിന് അതേമാതിരി ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഷവർ ഞാനിവിടെ നോക്കുമ്പോൾ കണ്ടില്ല. പക്ഷെ സെൻട്രലാണ്. അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, സസ്പെൻസ് ആയിട്ട് തോന്നി. അതേമാതിരി നമുക്കിതിൽ ഈ റൂമിലുള്ള അലമാരിയാണ് നമുക്ക് ഇതിൽ നല്ല സ്റ്റോറേജ് തുണികളൊക്കെ വെക്കാൻ പറ്റുന്നതും. അതേമാതിരി ഇതിലൊരു നമുക്കൊരു ലോക്കർ കൂടി കൊടുത്തിട്ടുണ്ട്. അവർ ഹാങ്ങർ കൊടുക്കാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ സൈഡിൽ നമുക്ക് ഇതാണ് ചെറിയൊരു ലോക്കറാണ്. നമുക്ക് ഫയലുകളോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ റൂമുകളിലും നമുക്ക് അലമാരകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് അലമാരകൾ. നമുക്ക് വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ നമുക്ക് അവിടെ തന്നെ പുറത്തുനിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത്, ഷവർ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് ബക്കറ്റിൽ തട്ടി വെള്ളം വരുത്തിയൊന്നുമില്ല. നമുക്ക് കറക്റ്റ് സെൻട്രലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാവുന്നതാണ്. അതേമാതിരി നമുക്ക് സെക്കൻഡ് റൂമിലേക്കാണ് പോകുന്നത്. അത് നല്ലൊരു വലുപ്പമുള്ള ഹ്യൂജ് റൂം തന്നെയാണ്. സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ, അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ അലമാര പണിതേക്കുന്ന. ലോക്കറുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് പണിതേക്കുന്നത്. സെയിം ഇതേമാതിരി തന്നെയാണ് അടുത്ത റൂമിൻ്റെയും ഷവർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിലും നമുക്ക് അതേമാതിരി തന്നെയാണ് അലമാര. നമുക്ക് ലോക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹ്യൂജ് റൂമാണ് നമുക്കിതിൽ കൊടുത്തേക്കുന്നത്. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ മുകളിൽ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ള ഇത് വാഷ്റൂം തന്നെയാണ് വരുന്നത്. ഇതിലും ഇത് സെൻട്രൽ നമുക്ക് സെൻട്രൈസ്ഡ് ആയിട്ടാണ് നമുക്ക് ഒരു ഇത് കൊടുത്തേക്കുന്നത്, ഷവർ കൊടുത്തേക്കുന്നത്. നമുക്ക് അപ്സ്റ്റേറിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു വ്യൂ ആണ്. ഇതിലാണ് ഫസ്റ്റ് റൂം വരുന്നത്, അതായത് മൂന്നാമത്തെ റൂം. ഇവിടെ നമുക്കൊരു അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാൽക്കണി പോർഷനാണ്. ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് റൂമിനും അപ്സ്റ്റേറിലത്തെ രണ്ട് റൂമിനും നല്ലൊരു വ്യൂ ആണ്. മുകളിൽ നമുക്ക് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലും നല്ല ബാൽക്കണി ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൽ നിന്ന് ഇവിടുത്തെ നമുക്ക് ബാൽക്കണി യൂസ് ചെയ്യാമെങ്കിൽ അടുത്ത റൂമിൽ നിന്ന് അപ്പുറത്തെ ബാൽക്കണി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമും കാണാം. സൺസെറ്റിൻ്റെ ഇതാണ് യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിൽ എക്സോസ്റ്റ് ഫാൻ്റെ ഒരു പോർഷനുണ്ട്. അതേമാതിരി ഇവിടെ നമുക്കൊരു ചെറിയൊരു തുണിയൊക്കെ നമുക്ക് തേക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ലൊരു ഫ്യൂച്ചർ റൂം തന്നെയാണ്. ഇതിനോട് ചേർന്നിട്ട് ഇത് ടോയ്ലറ്റ് ഉണ്ട്. ഇത് ബാൽക്കണി പോർഷനാണ്. നമുക്ക് ലാസ്റ്റ് റൂം, നാലാമത്തെ റൂമിൻ്റെ പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ റോഡിലെ വ്യൂ ഒക്കെ നമുക്ക് കാണാം. ഇവിടെ അതേമാതിരി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലമാര കാണാം. അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ വാഷ്റൂം നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാം വൺ സെറ്റിൻ്റെ ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പിംഗ് ടൈൽസ്, നമുക്ക് ഏറ്റവും നല്ല എഡ്ജ് വരെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല വാറണ്ടി ഉള്ള ഐറ്റംസ് ആണ്, സാനിറ്ററി ഐറ്റംസ് ഒക്കെ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ഇത് മുന്നോട്ട് പോവുക. അതിന് നമ്മൾ കച്ചവടത്തിനാണെങ്കിൽ തന്നെ നമുക്ക് ബ്രോക്കർമാർക്കാണെങ്കിലും നമുക്ക് നമ്മളെ വിളിച്ചാൽ മതി, നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. പാർട്ടികളുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ പറയുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 66 റുപ്പിയാണ് പറയുന്നത്, ലാക്സ് റുപ്പിയാണ്. 66 ലക്ഷം രൂപയാണ് പറയുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അത് നമുക്ക് കൂട്ടി പറഞ്ഞിട്ട് ഇപ്പോൾ 70 പറഞ്ഞ് ഇതാക്കുന്നില്ല. അതല്ല, നമുക്ക് ഇതിൻ്റെ വർക്കുകൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് നല്ലൊരു വാട്ടർ മെലണിൻ്റെ കട്ട് ചെയ്ത രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നല്ല പറ്റാത്തൊരു കണ്ടറാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നിടം വരെ ആരോഗ്യം സൈനിങ് ഓഫ്.